എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏത് നിമിഷവും സ്വതന്ത്രം ആകുന്ന ബലൂചിസ്ഥാനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്ത്യക്ക് നമുക്കൊരു സുഹൃത്ത് രാജ്യത്തെ കൂടെ നമുക്ക് ലഭിക്കുകയാണ്. ചെറിയൊരു രാജ്യമാണ്. ഒരുപാട് വർഷങ്ങളുടെ നീണ്ട യാതനകളുടെയും ചതിയുടെയും പീഡനങ്ങളുടെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇരയാകേണ്ടി വന്ന ഒരു ഭാഗമാണ് ബലൂചിസ്ഥാനും ബലൂചിസ്ഥാനിലെ ജനങ്ങളും. അവർ ഈ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചത് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണത് സാക്ഷാത്കരിക്കേണ്ട സമയമായത്. ഒരു 3 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമായിരിക്കും ബലൂചിസ്ഥാൻ. അതിൽ ഇറാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതിർത്തി പ്രദേശങ്ങളായി മാറുന്നു. ഇവരുടെ തുടക്കത്തിൽ ആരംഭിച്ച സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ച ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പലരെയും പാകിസ്ഥാൻ സേന വധിക്കുകയായിരുന്നു. പലരെയും ജയിലിലടച്ചു. അവരെക്കുറിച്ച് ഒരു വിവരങ്ങളുമില്ല. ആര് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞാലും അവരെ പാകിസ്ഥാൻ ഗവൺമെൻറ് യാതൊരു കരുണയുമില്ലാതെ അവരെ കൽത്തുറങ്കിൽ അടയ്ക്കുക അല്ലെങ്കിൽ വധിക്കുക. ശേഷം അവിടെയുള്ള പ്രകൃതി ധാതുക്കളെ ചൂഷണം ചെയ്ത് അവർക്ക് ബലൂചികൾക്ക് ഒരു ഗുണവുമില്ലാത്ത രീതിയിൽ അത് പാകിസ്ഥാൻ്റെ മറ്റു ഇതര ഭാഗങ്ങളിലേക്ക് അതിൻ്റെ നേട്ടങ്ങൾ കൊയ്യാൻ മാത്രമായിരുന്നു പാകിസ്ഥാൻ ഗവൺമെൻറ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനു വേണ്ടി ആര് ശബ്ദമുയർത്തിയാലും അവരെ നിശബ്ദരാക്കുക, അത് തോക്കുകൊണ്ട് നിശബ്ദരാക്കുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതെല്ലാം മറികടന്ന് ഒത്തിരി സ്ട്രെയിൻ ചെയ്തു അവർ സ്വയം സ്വാതന്ത്ര്യം ആർജിച്ചെടുക്കുകയാണ്. ഇതിന് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സഹകരണങ്ങളും എല്ലാ രീതിയിലും നമ്മുടെ രാജ്യം ചെയ്തു കൊടുക്കേണ്ടതാണ്. ആദ്യമായി ഈ ബലൂചിസ്ഥാനിൽ കിട്ടേണ്ട എന്തു സഹായവും ആ സഹായം ഇന്ത്യയുടേതായിരിക്കണം. നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നായി ഒരു മനസ്സോടെ അതിനു വേണ്ട നീക്കങ്ങൾ നടത്തി വേണ്ടതുപോലെ ചെയ്യുമെന്നും നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കഷ്ടപ്പെടുന്ന ഈ ബലൂചിസ്ഥാൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, അവരുടെ പുരോഗമനത്തിന് വേണ്ടി, എല്ലാത്തിനും വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് അവർക്കുണ്ടായിരിക്കണം. അത് ബലൂചിസ്ഥാനിൽ നിന്നും നമുക്കൊരു പ്രതിഫലം കിട്ടുന്ന രീതിയിലായിരിക്കില്ല നാം അവരെ സഹായിക്കേണ്ടത്. നാം അങ്ങനൊരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നുമില്ല. പല രാജ്യങ്ങൾക്കും നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊരിക്കലും അതിന്ന് റിട്ടേൺസ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നാം ചെയ്തതിൽ ഉപരിയായി നാം ഇന്നത്തെ സാഹചര്യത്തിൽ നാം ഹെൽപ്പ് ചെയ്യേണ്ടത് ബലൂചിസ്ഥാന് വേണ്ടിയായിരിക്കണം. കാരണം അവർ എപ്പോഴും നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് രാജ്യമായി നമ്മോടൊപ്പം ഉണ്ടാകും. അതിനൊരു മാറ്റവും ഉണ്ടാകില്ല. അവർ അധ്വാനശീലമുള്ളവരാണ്. ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ ത്രാണിയുള്ളവരാണ്. ഇനി അവർക്ക് വേണ്ടത് സ്വതന്ത്രമായ ഒരു ഗവൺമെൻറ്റാണ്. എല്ലാം സീറോയിൽ നിന്നും
പൂജ്യത്തിൽ നിന്നും അവർക്ക് തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ബാങ്കുകളില്ല, അവർക്ക് കറൻസികളില്ല, യാതൊന്നുമില്ല. ബട്ട് എല്ലാം ചിട്ടപ്പടിയായി അവർ ഓരോന്നും വാർത്തെടുക്കും. അതിന് ഇന്ത്യ ഗവൺമെൻറ് നല്ലൊരു സഹായം അവർക്ക് ലഭിക്കേണ്ടതാണ്. എല്ലാവർക്കും അവരുടെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ട എത്ര നിമിഷം അവർ സ്വതന്ത്രമാകാനും അവർ നല്ലൊരു ഉറച്ച ഗവൺമെൻറ് ഫോം ചെയ്യാനും നല്ല ലീഡർഷിപ്പ് അവിടെ ഉണ്ടാകാനും വേണ്ടി നമുക്ക് കൂടെ പ്രാർത്ഥിക്കാം. എല്ലാം നല്ല രീതിയിൽ പര്യവസാനിക്കുമെന്നുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്കും നമ്മുടെ അഭിവാദനങ്ങൾ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.